ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും കാത്തിരുന്ന ദാമോദര മാസം വൈഷ്ണവ ചാന്ദ്ര കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 7-ാം തീയതി ആരംഭിച്ച് നവംബർ 5-ാം തീയതി അവസാനിക്കുന്നു. ഈ ദാമോദര മാസം കാർത്തിക മാസം എന്ന പേരിലും അറിയപ്പെടുന്നു. എന്താണ് ദാമോദര മാസം എന്നും ഈ മാസത്തിൽ നാം ആരാധിക്കേണ്ടത് ആരെയാണെന്നും ഏത് നാമം ജപിക്കണമെന്നും ഈ ദാമോദര മാസം എങ്ങനെ ആചരിക്കണം, എന്താണിതിൻ്റെ ഫലങ്ങൾ എന്നും നമുക്ക് മനസ്സിലാക്കാം. ദാമോദര മാസത്തെക്കുറിച്ച് പത്മപുരാണത്തിലും സ്കന്ദപുരാണത്തിലും ഇപ്രകാരം പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന് നെയ്ദീപം മൺചിരാതിൽ കൊളുത്തി ഭഗവാന് ആരതി അർപ്പിക്കുന്ന ഉത്സവമാണ് ഈ ദാമോദര മാസത്തിൽ നാം ചെയ്യുന്നത്. എല്ലാ ഭഗവത് ഭക്തരും ഭഗവാൻ ബാലലീലകളാടിയ മാസമാണ് ഈ കാർത്തിക മാസം. ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം പറയുന്നു. യുഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം സത്യയുഗം, വേദങ്ങളിൽ ഏറ്റവും മികച്ചത് സാമവേദം, നദികളിൽ മികച്ചത് ഗംഗ, സസ്യങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് തുളസി. എല്ലാ തീർത്ഥാടന സ്ഥലങ്ങളിലും വെച്ച് എനിക്കേറ്റവും പ്രിയപ്പെട്ടത് ദ്വാരക. വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏകാദശി വ്രതം. അതുപോലെ മാസങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് കാർത്തിക മാസം എന്ന് ഭഗവാൻ പറയുന്നു. മഹർഷിമാർ തപസ്സനുഷ്ഠിക്കുവാൻ തിരഞ്ഞെടുത്തതും ഈ പുണ്യമാസമാണ്. ഈ കാർത്തിക മാസത്തിൽ ഭഗവാൻ എന്തെല്ലാം ലീലകളാണ് കാണിച്ചതെന്ന് നമുക്ക് നോക്കാം. ഈ മാസത്തിലാണ് ഭഗവാന്റെ എല്ലാ ലീലകളും നടന്നത്. ഗോപാഷ്ടമി എന്ന മഹത്വമേറിയ പുണ്യദിനം ആഘോഷിക്കുന്നതും ഈ മാസത്തിലാണ്. ഗോപാഷ്ടമി എന്നാൽ ഭഗവാൻ ആദ്യമായി പശുക്കളെ മേയ്ക്കുവാനായിട്ട് പോയത്. ഭഗവാൻ ആദ്യമായി ഗോപസ്ത്രീകളുടെ വീട്ടിൽ നിന്ന് വെണ്ണ മോഷ്ടിച്ചതും ഈ മാസത്തിലാണ്. ഇവിടെ ഭഗവാൻ എന്താണ് നമുക്ക് കാണിച്ചു തന്നത്? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവത് സ്വരൂപമാണ് ഭഗവാൻ. എല്ലാം ഭഗവാന്റെ സ്വന്തമാണ്. അപ്പോൾ ഭഗവാൻ വെണ്ണക്കള്ളനാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ അജ്ഞതയല്ലേ അങ്ങനെ നാം വിളിക്കുന്നത് ഭഗവാനെ? അല്ല, എല്ലാം ഭഗവാന്റേതാണല്ലോ. ഇവിടെ ഭഗവാൻ എന്താണ് നമുക്ക് കാണിച്ചു തന്നത്? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ. ആ ഭഗവാന് എല്ലാ വീടും സ്വന്തമാണ്. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് വെണ്ണ മോഷ്ടിക്കുന്നത്? അല്ല, എല്ലാം ഭഗവാന്റേതാണല്ലോ. അപ്പോൾ എല്ലാം ഭഗവാന്റെ ലീലകളാണ്. ദേവശയനി ഏകാദശിയിലായിരുന്നു ഭഗവാൻ നിദ്രയിലേക്ക് പോയത്. അത് കഴിഞ്ഞു, പരിവർത്തന ഏകാദശി കഴിഞ്ഞു. ഇനി ഈ മാസത്തിലാണ് ഭഗവാൻ നിദ്രയിൽ നിന്ന് ഉണരുന്നത്. അതാണ് ഉത്ഥാന ഏകാദശി. ഭഗവാൻ നരകാസുരനെ വധിച്ചത് ഈ മാസത്തിലാണ്. ഗോവർദ്ധന പർവ്വതം ഉയർത്തിയതും ഈ മാസത്തിലാണ്. തുളസി ശാലിഗ്രാമ വിവാഹം ഈ ദാമോദര മാസത്തിലാണ്. ഭഗവാൻ ധന്വന്തരി ഭഗവാനായി അവതരിച്ചതും ഈ മാസത്തിലാണ്. ഇതിനെല്ലാം പുറമെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് യശോദ അമ്മയോട് കാണിക്കുന്ന ബാലലീലകളാണ്. അതായത് ഭഗവാന്റെ കുസൃതികൾ സഹിക്കാതെ യശോദമ്മ ഭഗവാനെ ഉരലിൽ കെട്ടിയിട്ടു. ഈ മാസത്തിലാണ് ഉണ്ണിക്കണ്ണൻ മണ്ണുവാരി തിന്നതും അമ്മ ദേഷ്യപ്പെട്ടപ്പോൾ വായ് തുറന്ന് കാണിച്ചതും. ഉണ്ണിക്കണ്ണൻ്റെ വായ്ക്കകത്ത് അമ്മ ദർശിച്ചത് 14 ലോകങ്ങളായിരുന്നു. ഇതെല്ലാം നടന്നത് ഈ ദാമോദര മാസത്തിലാണ്. ഇങ്ങനെയെല്ലാം മഹാത്മ്യമുള്ള ഈ ദാമോദര മാസത്തിൽ ഭഗവാന് ആരതി അർപ്പിച്ച് നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഇരട്ടി ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന് വലിയ വ്രതനിഷ്ഠകളില്ല. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉറക്കമുണർന്ന് സ്നാനം ചെയ്താൽ പുണ്യ നദികളിൽ കുളിച്ച പുണ്യം നമുക്ക് ലഭിക്കും. അതിനുശേഷം നമുക്ക് ഭഗവാന് ആരതി ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ചില വ്രതനിഷ്ഠകൾ ഈ മാസം ആചരിക്കാവുന്നതാണ്. അതായത് ചിലർ പാൽ ഉപേക്ഷിക്കും, ചിലർ പാലിൻ്റെ ഏതെങ്കിലും ഉൽപ്പന്നങ്ങളായ തൈര് ഉപേക്ഷിക്കും. ഈ ഒരു മാസം തൈര് കഴിക്കില്ല. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ ഉപേക്ഷിച്ചിട്ട് വ്രതം പിടിക്കും. ചിലർ അരിയാഹാരം കഴിക്കില്ല, പഴങ്ങളും മറ്റുള്ള ധാന്യാഹാരങ്ങളും കഴിച്ച് വ്രതം പാലിക്കും. ഇതിന് അങ്ങനെ ഒരു കടുത്ത വ്രതനിഷ്ഠ ഇല്ല.
പിന്നെ രാവിലെ ആരതി ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠം വൈകുന്നേരം ചെയ്യുന്ന ആരതിക്കാണ്. രാത്രിയിലും ആരതി ചെയ്യാവുന്നതാണ്. ഈ ഒരു മാസം സസ്യാഹാരിയായിട്ടിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നോൺ വെജുകളൊന്നും കഴിക്കാതിരിക്കുക. നോൺ വെജ് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളവർ രാവിലെ തന്നെ ഭഗവാന് ആരതി ചെയ്യുക, അതിനുശേഷം കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ഈ ദാമോദര മാസത്തിൽ ഭഗവാനെ പൂജിക്കുന്ന ഭഗവത് ഭക്തരുടെ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങളെല്ലാം നശിച്ചു പോകുന്നതാണ്. എന്താണ് ദാമോദരം എന്നതിൻ്റെ അർത്ഥം? ദാമം എന്നാൽ കയർ, ഉദരം വയർ. ഒരു കാർത്തിക മാസത്തിൽ ഉണ്ണിക്കണ്ണൻ്റെ കുസൃതികൾ കൂടിയപ്പോൾ യശോദമ്മ കണ്ണനെ കയർ കൊണ്ട് ബന്ധിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഒരിടത്തും പോകാതെ തൻ്റെ അടുത്ത് തന്നെ കാണുമല്ലോ എന്നായിരുന്നു യശോദമ്മയുടെ ചിന്ത. ഉടൻ തന്നെ ഒരു കയറെടുത്ത് ഭഗവാന്റെ ഉദരത്തെ ചുറ്റി ഉരലിൽ കെട്ടിയിടാൻ അമ്മ ശ്രമിച്ചു. എന്നിട്ട് പറ്റുന്നില്ല. എന്താ ഇത്? കയറിന് നീളമില്ല. അടുത്ത് കിടന്ന മറ്റൊരു കയർ കൂടി ചേർത്ത് വെച്ച് കെട്ടി. എന്നിട്ടും ഭഗവാനെ കെട്ടുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ ശ്രമിച്ച് യശോദമ്മ അവശയായി. ഇങ്ങനെ തളർന്നിരിക്കുന്ന യശോദമ്മയെ കണ്ടപ്പോൾ കണ്ണന് വിഷമമായി. അപ്പോൾ ഭഗവാൻ നിന്നുകൊടുത്തു കെട്ടാനായി. ഇങ്ങനെ തളർന്നിരിക്കുന്ന യശോദമ്മയെ കണ്ടപ്പോൾ കണ്ണന് വിഷമമായി. അപ്പോൾ ഭഗവാൻ നിന്നുകൊടുത്തു കെട്ടാനായി. അങ്ങനെ യശോദമ്മ ഉണ്ണിക്കണ്ണനെ കെട്ടിയിട്ടു. അതിനുശേഷം മറ്റു ജോലികൾ നോക്കാനായി പോയി. അപ്പോൾ ഭഗവാൻ ഉരലും വലിച്ചുകൊണ്ട് ഇഴഞ്ഞു. അങ്ങനെ 2 അർജുന മരങ്ങൾക്കിടയിലൂടെ ഇഴഞ്ഞിറങ്ങി. എന്നാൽ ഉരൽ 2 മരങ്ങൾക്കിടയിൽ കൂടി മുട്ടി നിന്നു. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ശക്തിയായി ഉരലിനെ വലിച്ചു. ഉടൻ തന്നെ 2 അർജുന മരങ്ങളും കടപുഴുകി വീണു. അപ്പോൾ മരത്തിൽ നിന്ന് 2 പേർ പ്രത്യക്ഷപ്പെട്ടു. ആരാണ് ഇവരെന്നല്ലേ? കുബേരൻ്റെ 2 പുത്രന്മാരായ നള കുബേരനും മണിഗ്രീവനും. ഇവർ നാരദ മുനിയെ ബഹുമാനിക്കാതെ പുഴയിൽ കുളിച്ചുകൊണ്ട് നിന്നിട്ട് നഗ്നരായി മുനിയുടെ മുമ്പിൽ വന്നു നിന്നു. ഇതിൽ കോപാകുലനായ നാരദ മഹർഷി ഇവരെ 2 പേരെയും അർജുനമരങ്ങളായി പോകുവാൻ ശപിച്ചു. എന്നാൽ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനാൽ നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കും എന്നും പറഞ്ഞു. ദ്വാപരയുഗത്തിൽ ഭഗവാന്റെ കാരുണ്യത്താൽ അവർ നല്ലവരായി പാപമുക്തരായി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ദാമോദര ലീലയിലൂടെ ഭഗവാൻ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? സ്നേഹം, വാത്സല്യം, ഭക്തി എന്നീ കയറുകൾ കൊണ്ട് ഭഗവാനെ ബന്ധിക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നു. ഈ മാസം ചെയ്യുന്ന എല്ലാ പുണ്യപ്രവർത്തികൾക്കും 1000 മടങ്ങ് ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ മാസം അറിയാതെ പോലും ഒരു ദിവസമെങ്കിലും ഒരു നെയ്വിളക്ക് ആരതി നമ്മൾ ഭഗവാന് അർപ്പിച്ചാൽ നമുക്ക് കോടി പുണ്യം ലഭിക്കും. നമ്മുടെ പാപങ്ങളെല്ലാം നശിച്ചു പോകും. ഈ മാസത്തിൽ തുളസീദേവിക്ക് ധൂപദീപ ആരതി ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ദാനം ചെയ്യുക എന്നതും ഈ മാസത്തിൽ വളരെ നല്ലതാണ്. വിളക്ക് ദാനം നൽകുന്നതാണ് വളരെ ശ്രേയസ്കരം. ഈ മാസത്തിൽ ഭഗവത്ഗീത പാരായണം ചെയ്യുകയാണെങ്കിൽ വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം. ഈ മാസത്തിലെ രാധാകൃഷ്ണനെ പൂജിക്കുന്നത് വളരെ ശ്രേയസ്കരവും പുണ്യവുമാണ്. നെയ്ദീപം കൊളുത്തി ദാമോദര ഭഗവാന് ആരതി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇനി നോക്കാം. നമുക്ക് ആരതിക്കായി ആദ്യം വേണ്ടത് ഭഗവാന്റെ ഒരു ഫോട്ടോയാണ്. ദാമോദര ഭഗവാന്റെ ഫോട്ടോയാണ് നമുക്ക് വേണ്ടത്. ദാമോദര ഭഗവാന്റെ ഫോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ഈ ചാനലിൽ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഭഗവാനെ യശോദമ്മ കയറുകൊണ്ട് കെട്ടി ഉരലിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോയാണ് നമുക്ക് വേണ്ടത്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കത് ഫോട്ടോയാക്കി എടുക്കാവുന്നതാണ്. ഇവ ആരതിക്കായി നമുക്ക് വേണ്ടത് തുളസിത്തണ്ടാണ് ഏറ്റവും നല്ലത്. തുളസിത്തണ്ടിൽ കോട്ടൺ ചുറ്റി ശുദ്ധമായ പശുവിൻ നെയ്യിൽ മുക്കി ആ തുളസിത്തണ്ട് കൊണ്ട് ആരതി ചെയ്യാം. ഇതില്ലെങ്കിൽ നമുക്ക് മൺചിരാത് എടുക്കാം. മൺചിരാത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയതായിരിക്കണം. ഇന്ന് ഉപയോഗിച്ചത് നാളെ എടുക്കുവാൻ പാടില്ല. അതുകൊണ്ട് എത്ര ദിവസമാണ് നമ്മളിത് ചെയ്യുന്നത്, അതായത് നമുക്ക് ഒക്ടോബർ 7-ാം തീയതി തുടങ്ങി നവംബർ 5 വരെ എത്രയാണോ ദിവസമുള്ളത് ഒരു 30 മൺചിരാത് മാറ്റുക. ഓരോ ദിവസവും ഓരോന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഈ മൺചിരാതിൽ ശുദ്ധമായ പശുവിൻ നെയ്യ് ഒഴിച്ച് ദീപം കൊളുത്തി നമ്മൾ ആരതി എടുക്കുകയാണ് ചെയ്യുന്നത്.
മൺചിരാതില്ലെങ്കിൽ ചെമ്പോ പിത്തളയോ ആണെങ്കിലും എടുക്കാം. മൺചിരാതിൻ്റെ ആകൃതിയിലുള്ള ചെറിയ വിളക്കായിരുന്നാൽ ഏറ്റവും നല്ലതാണ്. അത് നമുക്ക് കഴുകി എന്നും ഉപയോഗിക്കാവുന്നതാണ്. ദാമോദരാഷ്ടകം ചൊല്ലിക്കൊണ്ട് വേണം നെയ്ദീപം കൊളുത്തി ആരതി ചെയ്യാൻ. ദാമോദരാഷ്ടകം ചൊല്ലുവാൻ അറിയാൻ പാടില്ലെങ്കിൽ ദാമോദരാഷ്ടകം ചൊല്ലിയത് യൂട്യൂബിൽ നിന്ന് ധാരാളം നമുക്ക് കിട്ടും. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർ അതെടുത്ത് പ്ലേ ചെയ്ത് കേട്ടുകൊണ്ട് ഭഗവാന് നെയ്ദീപാരതി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരതി ചെയ്യാവുന്നതാണ്. ദാമോദരാഷ്ടകത്തിൻ്റെ വരികൾ എഴുതിയെടുത്ത് നിങ്ങൾക്ക് അത് നോക്കി പിന്നീട് ചൊല്ലാവുന്നതാണ് ആരതിക്ക് ശേഷം. എന്തായാലും ദിവസവും ദാമോദരാഷ്ടകം തീർച്ചയായിട്ടും പാരായണം ചെയ്യണം. എല്ലാ ദിവസവും ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 പ്രാവശ്യം ഉരുവിടുന്നതും വളരെ നല്ലതാണ്. ഒരു റൗണ്ട് മാല ജപിക്കുമ്പോൾ തന്നെ നമുക്ക് 1008 പ്രാവശ്യം ജപിച്ചതിൻ്റെ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഭഗവാന് നെയ്ദീപം കൊണ്ട് എങ്ങനെയാണ് ആരതി ചെയ്യേണ്ടതെന്ന് നോക്കാം. ക്ലോക്ക് വൈസായാണ് ആരതി ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഇടതുവശത്തു നിന്ന് വലതുഭാഗത്തേക്കാണ് ഭഗവാന് ആരതി ചെയ്യേണ്ടത്. ആദ്യം ആരതി ചെയ്യേണ്ടത് ഭഗവാന്റെ തൃപ്പാദങ്ങളിലാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ 4 പ്രാവശ്യമാണ് ആരതി ചെയ്യേണ്ടത്. രണ്ടാമത് ആരതി ചെയ്യേണ്ടത് ഭഗവാന്റെ തിരുനാഭിയിലാണ്. 2 പ്രാവശ്യമാണ് നെയ്ദീപം കൊണ്ട് ഭഗവാന്റെ തിരുനാഭിയിൽ ആരതി ചെയ്യേണ്ടത്. മൂന്നാമതായി ആരതി ചെയ്യേണ്ടത് ഭഗവാന്റെ തിരുമുഖത്താണ്. ഭഗവാന്റെ തിരുമുഖത്ത് 3 തവണയാണ് ആരതി ചെയ്യേണ്ടത്. അവസാനമായി ഭഗവാന് ആരതി ചെയ്യേണ്ടത് ഭഗവാന് ഫുള്ളായിട്ടാണ്. ഭഗവാന് മുഴുവനും ആരതി ചെയ്യണം. അപ്പോൾ 7 തവണയാണ് ഭഗവാന് ആരതി ചെയ്യേണ്ടത്. സാധാരണ ആയി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ യാതൊന്നും ചോദിക്കരുത് എന്ന് പറയാറുണ്ട്. നമുക്ക് സുഖസൗകര്യങ്ങൾ വേണം, സൗഭാഗ്യങ്ങൾ വേണം, അതൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. എല്ലാം ഭഗവാന് അറിയാം. എന്നാൽ ഈ ദാമോദര മാസത്തിലെ ഉണ്ണിക്കണ്ണനോട് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞോളൂ. ഭഗവാൻ 2 കൈ നീട്ടി നിങ്ങൾക്ക് തരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മാസമാണ് ഈ ദാമോദര മാസം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും നെയ്ദീപം കൊളുത്തി ഭഗവാൻ ആരതി ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. നിങ്ങൾ ആരതി ചെയ്തിട്ട് എത്ര ആരതി ചെയ്തു എന്ന് കമൻറ്റ് ചെയ്യുക. ദിവസവും നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ് എത്ര പേരാണ് ആരതി ചെയ്തതെന്ന്. ഭഗവാനെ അലങ്കരിക്കുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ്. മുല്ലപ്പൂമാലയോ തുളസിമാലയോ കൊണ്ട് ഭഗവാനെ ഒരുക്കാവുന്നതാണ്. എന്തെങ്കിലും നിവേദ്യം വയ്ക്കാൻ സാധിക്കുമെങ്കിൽ വയ്ക്കുക. ഒരു പഴം വെച്ചാലും അത് ഭഗവാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ്. പീരീഡ്സോ പുലവാലായ്മ ഉള്ളവർ ഭഗവാന് ആരതി ചെയ്യരുത്. എന്നാൽ ദാമോദരാഷ്ടകം ചൊല്ലാവുന്നതാണ്. ഭഗവത് കീർത്തനങ്ങളെല്ലാം തന്നെ ഈ ദാമോദര മാസത്തിൽ വായിക്കാവുന്നതാണ്. മാസത്തിൽ രാധാറാണിയെ പൂജിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. അതുപോലെ തന്നെ തുളസി മഹാറാണിയെയും പൂജിക്കുക. തുളസി ദേവിക്ക് നെയ്ദീപം കൊളുത്തുകയും ധൂപ ദീപ ആരതി എടുക്കുന്നതും വളരെ നല്ലതാണ്. ശ്രീമദ് നാരായണീയത്തിലെ 47-ാം ദശകം ഉല്ലൂഖ ബന്ധനം ലീലകൾ, ബാലലീലകളാണ് അതിനകത്ത് ഉള്ളത്. യശോദാമ്മ കയറുകൊണ്ട് ഉണ്ണിക്കണ്ണനെ ബന്ധിക്കുന്നതെല്ലാം അതിനകത്ത് ഉണ്ട്. ഇത് നിങ്ങൾ വായിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഉല്ലൂഖ ബന്ധനം വായിച്ച് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നിങ്ങളത് കേട്ട് പഠിച്ച് വായിക്കുക. പേഴ്സണലായിട്ടും ഒഫീഷ്യലായിട്ടുമുള്ള ചില തിരക്കുകൾ കാരണം എനിക്ക് 7-ാം തീയതി ദാമോദര മാസം ആരംഭിക്കുന്നതിന് ഈ വീഡിയോ ഇടുവാൻ കഴിഞ്ഞില്ല. എല്ലാ ഭഗവത് ഭക്തരും സദയം ക്ഷമിക്കുക. നിങ്ങൾ ആരതി 7-ാം തീയതി ചെയ്തു എങ്കിൽ കുഴപ്പമില്ല. ചെയ്യാത്തവർ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ 8-ാം തീയതി 2 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ 7-ാമത്തെ തീയതിയും കൂടെ കവർ ചെയ്ത് വരും. അതായത് രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദാമോദരാഷ്ടകവും ദാമോദരാഷ്ടകത്തിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചേർക്കുന്നതായിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ തരുന്നതാണ്.
ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളെല്ലാവരും ദാമോദര ഭഗവാന് ആരതി ചെയ്യുക. ദാമോദര മാസത്തിൻ്റെ എല്ലാ പുണ്യവും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ.